നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കുടുംബത്തിലും ഇന്ന് പൊതുവേ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുട്ടിയെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു അതായത് കുട്ടിയെ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് വീടുകളിൽ പല 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 പ്രശ്നങ്ങളും പല ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അവിടെ തിരക്ക് അതൊക്കെ ആയിട്ട് നമ്മൾ സാധാരണ ഒരു മാസ വരുമാനത്തിന് അവർക്ക് മാസം അല്ലെങ്കിൽ ഇത്ര കാശ് കൊടുക്കുന്ന രീതിക്ക് ഒരു ഓട്ടോയോ ടാക്സിയോ അല്ലെങ്കിൽ ജീപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കലാണ് പതിവ്. മാക്സിമം സ്കൂൾ ബസ്സുകളിലൊക്കെ കൊണ്ടുവന്ന് വിടാനാണ് നോക്കേണ്ടത്. എല്ലാവരും നല്ലതെന്നല്ല കൊള്ളില്ല എന്നല്ല നമ്മൾ പറയണം. ഒരാൾ മതി എല്ലാ വിഭാഗക്കാരെയും മോശമാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടല്ലോ, ഒരു ഓട്ടോ ഡ്രൈവർ ആ കുട്ടിയോട് അദ്ദേഹത്തിൻ്റെ കഴപ്പ് തീർക്കുന്നൊരു സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തള്ളമാരെയോ തന്തമാരെയോ അല്ലെങ്കിൽ വേറെ ഒരാളെയും കുറ്റം പറയും. തന്തമാരെ പറയാനേ പറ്റില്ല, കാരണം ഒരു കുട്ടികളും തന്തമാരെ കാണുന്ന ഒരു ഭീകരനായിട്ടായിരിക്കും പൊതുവേ കാണുന്നത്. ഉള്ളവരുണ്ട്, ഇല്ലയെന്നൊന്നും പറയല്ല. അപ്പോൾ പൊതുവേ തള്ളമാരോടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് നേരം കുഞ്ഞുങ്ങൾക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ ഇന്ന് എന്താ നടന്നതെന്നുള്ളത് സ്കൂളിൽ പോയപ്പോഴും ആ സ്കൂളിൽ വെച്ച് എന്താ നടന്നത്, എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് വരുമ്പോൾ തന്നെ ബുക്ക് എടുത്തിട്ട് പടക്കട എന്നല്ല പറയണ്ട, സ്പെൻഡ് ചെയ്തിട്ട് എന്താണെന്ന് സംഭവിച്ചത്, എന്താണ് കാര്യങ്ങൾ ഇന്നൊന്ന് ചോദിക്കും. കാരണം ഇതുപോലെ ഒരുപാട് ഞെരുമ്പിന് അസുഖമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ചെങ്ങായിയുടെ കാര്യം ഇതുവരെയായിട്ടും തീരുമാനമായിട്ടില്ല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അത് അറിയണവരെ നിങ്ങൾ മാക്സിമം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്കൂൾ കുട്ടികൾക്ക് സമയമില്ലാതെ ടാക്സിയിലും ഓട്ടോയിലൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരും കൂടി ഒന്ന് നിങ്ങൾ കുറച്ച് നേരം കുട്ടികളോട് സ്പെൻഡ് ചെയ്തിട്ട് വൈകിട്ട് വരുമ്പോൾ ഒന്ന് കാര്യങ്ങൾ ഇരുത്തി സംസാരിച്ച് ചോദിക്കുക കേട്ടോ. ഇതിപ്പോൾ മാതാപിതാക്കളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആ ഓട്ടോ ഡ്രൈവറെ കുറ്റം പറയണം. നിങ്ങൾ മാക്സിമം സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ നോക്കുക. അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സംഭവിക്കുക, ആ കുട്ടിക്ക് പേടിയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒന്ന് നമ്മൾ ചിലപ്പോൾ ഒന്ന് സ്നേഹത്തോടെ ഇരുത്തി സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറയും. അപ്പോൾ ഈ കാണുന്നൊരു വീഡിയോ നിസ്സാരമായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. ഇന്ന് സമൂഹത്തിൽ നമുക്കറിയാം പല പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ട് എന്നെകൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്തു എന്നുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരറിയട്ടെ എല്ലാവരും. അപ്പോൾ നാളെ തൊട്ട് ആ കുട്ടീനെ ഉണ്ടല്ലോ, ഒരു 5 മിനിറ്റ് ഓഫീസിൽ പോകാൻ വഴിയാലും വേണ്ടില്ല, അവിടെ പോകാൻ വഴിയാലും ഇവിടെ പോകാൻ വഴിയില്ലെങ്കിൽ ഒരു ദിവസമെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 ദിവസമെങ്കിൽ 10 ദിവസം, ഒരു മാസത്തിൽ കൊണ്ടുപോയി ആ കുട്ടിയെ സ്കൂളിലൊന്നും ആവുന്നവരെ കൊണ്ടുവന്നാക്കാൻ മാക്സിമം ശ്രമിക്കുക. അല്ലെങ്കിൽ ആ ഓട്ടോയിൽ ആ മാതാപിതാക്കളിൽ ഇനിയിപ്പോൾ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അതും ഒന്ന് കൂടെ പോയി തിരിച്ചു വരാനുള്ളൊരു വകുപ്പ് ചെയ്യുക. എന്തായാലും അങ്ങോട്ട് പോകണ രണ്ടും ഒരേ ചാർജല്ലേ കൊടുക്കണ്ടേ, പിന്നെ ഇങ്ങോട്ട് വന്ന ചാർജല്ലേ കൂടുതൽ വരുള്ളൂ. അങ്ങോട്ട് പോകുമ്പോൾ കുട്ടികളോട് പോയി എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളുള്ള ഓട്ടോയിൽ കയറ്റി വിടുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ.